ഹായ് നമസ്കാരം. അങ്ങനെ വീണ്ടും നമ്മുടെ നാറ്റക്കോയ തങ്ങൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. വെല്ലുവിളിയാണ്. അതായത് ഈ വരുന്ന തിങ്കളാഴ്ചക്കുള്ളിൽ ഇതിന് തെളിവ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ തങ്ങൾ കോടതിയിൽ പോകുമെന്ന് പറഞ്ഞ് നാറ്റക്കോയ കോടതിയിലേക്ക് പോകും. നമ്മളെ തകർക്കാൻ നിങ്ങൾക്കാവൂല. കാരണം എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എൻ്റെ അടുത്ത് എന്നെ തകർക്കാൻ ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ശപിച്ച് കൊന്നുകളയും, അല്ലെങ്കിൽ ശപിച്ച് ഇല്ലാണ്ടായി കളയും. ഒരു തങ്ങളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാവും. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം ഏതോ ഒരു താത്ത നമ്മുടെ മലനാടൻ മറുതയുടെ ചാനലിനകത്ത് പോയെന്നാണ് പറയുന്നത്. കാരണം അവന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിച്ചു കീറാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്. അപ്പം സമുദായത്തെ നശിപ്പിക്കാനും സമുദായത്തെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ഇതുപോലുള്ള ഫ്രോഡ് ഉടായ്പകളാണ് ഇവന്മാർക്കൊക്കെ ഇതിന് അവസരം വെച്ച് കൊടുക്കുന്നത്. കാരണം ഈ മറുനാടൻ മറുത എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവൻ സമുദായത്തിന്റെ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുകയാണ്, അവൻ വലിച്ചു കീറി ഒട്ടിക്കാൻ. അപ്പം സമുദായത്തിലുള്ള നമ്മൾ തന്നെ ഇതിനെ പ്രതികരിക്കുകയും ഇതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറ്റു പല ആൾക്കാരും ഇതിനെടുത്തിട്ട് കീറും. അതുകൊണ്ട് തന്നെയാണ് ഈ നാറ്റക്കോയയുടെ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരേണ്ടി വന്നത്. അപ്പം നാറ്റക്കോയ ഈ പറയപ്പെടുന്ന താത്തായുമായി ബന്ധപ്പെട്ട് എന്തോ ചീറ്റിങ്ങോ ഒക്കെ ഇയാൾ വാട്സപ്പിൽ നടത്തിയെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ ഇയാൾ അങ്ങോട്ട് 6000 രൂപ ചോദിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും കേരളത്തില് സമുദായത്തെ പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള ഇതുപോലുള്ള പിഴച്ച ഉടായ്പ് സാധനങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള തങ്ങളെന്ന് പറഞ്ഞു നടക്കുന്ന വേട്ടാവളിയന്മാർ, ഇവന്മാരാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ശാപം. ഈ സമുദായത്തെ മറ്റു മതസ്ഥരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഊളകൾ. എന്താണെങ്കിലും ഇയാളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്ന ആ ഒരു വീഡിയോ ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. കാരണം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കേൾക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കാണണം. കാരണം ഇയാൾ ഉടായ്പ് ചെയ്യുന്നില്ല, ഇയാളെന്തോ വലിയ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, സമൂഹത്തിന് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, നല്ല ഗുണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇയാൾ പറയപ്പെടുന്നുണ്ട്. ഇയാൾ 1073 വരെ കെട്ടിച്ചു വിട്ടു, 10-20 പേർക്ക് വീട് വെച്ചു കൊടുത്തു. പക്ഷെ ഇതൊന്നും നമ്മൾ എവിടെയും കാണുന്നില്ല. എന്നാൽ ഇയാളും ഇയാളുടെ അനിയനായിട്ടുള്ള വേറൊരു വേട്ടാവളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇയാൾ തങ്ങൾ തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന തരത്തിൽ ഒരു വീഡിയോയുമായിട്ട് വന്നായിരുന്നു. പുള്ളി പറയുന്നത് ഇത് എൻ്റെ പാസ്പോർട്ട് ഇതാണ്, ഇതിനകത്ത് ഞങ്ങളുടെ നാറ്റക്കോയ തങ്ങളും തന്നെയാണ് ഞങ്ങളുടെ പേര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വന്നായിരുന്നു. അപ്പോൾ സമുദായത്തെ പറ്റിച്ച് ജീവിക്കുന്ന ഇതുപോലെ ചില അഴക്ക പൈലുകളാണ് നമുക്ക് കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. റാഹത്തല്ലേ? അള്ളാഹ് റാഹത്ത് സന്തോഷം അല്ലാഹു നൽകട്ടെ. വളരെ സന്തോഷത്തിലാണ്, ചെറിയ സന്തോഷമല്ല. കാരണം എന്താ അറിയോ, നമ്മളെ വിമർശിക്കും തോറും നമ്മൾ എന്ത് ചെയ്യണം, ഉയർന്നു വരികയാണ്. ഡബർ പന്ത് പോലെയാണ്, അടിക്കും തോറും ഇങ്ങനെ പൊന്തുക. ഞാന് അതായത് വിമർശനം എന്ന് പറയുന്നത് നമുക്കൊരു പുത്തരിയല്ല, റബ്ബർ പന്ത് പോലെയാണ്. അത് അടിക്കും തോറും അങ്ങോട്ട് പൊന്തിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാനങ്ങനെ പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ, എൻ്റെ പിന്നിൽ ഒരുപാട് മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെനിക്ക് നല്ല രീതിയിൽ കൊണ്ട് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് ചലച്ചത് കൊണ്ട് എനിക്കൊരു പോറൽ പോലും വരാനില്ല എന്നാണ് ഈ നാറ്റക്കോയ തങ്ങൾ ഇങ്ങനെ വന്നിരുന്നുണ്ട്. തങ്ങളെന്ന് പറയാൻ പാടില്ല, നാറ്റക്കോയ ഇങ്ങനെ വന്നിരുന്നോണ്ട് പറയുന്നത്. എന്തായാലും നിങ്ങൾ മുഴുവൻ കേൾക്കണം കേട്ടോ. വെല്ലുവിളി കാണണ്ടേ? വെല്ലുവിളി കേട്ടോ. നോമ്പ് 21 ഇന്ന് നോമ്പ് തുറന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, തങ്ങളിപ്പോ അങ്ങനത്തെ പെണ്ണ് പരാതിയുമായിട്ട് ഒരു മറുനാടൻ ചാനലൊരു ലൈവുമായിട്ടൊരു പെണ്ണൊരു മറുനാടൻ ചാനലായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നടക്കുന്ന ചികിത്സക്കെതിരെ ഭയങ്കര രൂക്ഷമായ വിമർശനം. ഞാനത് നോക്കി, സുബ്ഹാനല്ലാഹ്, അത് നോക്കിയപ്പോ സത്യത്തിൽ എനിക്ക് എന്താണത് ചിരിയാ വന്നത്. സത്യത്തിൽ കാരണം എന്താ അറിയാം, ഇവിടെ വരുന്ന എല്ലാവർക്കും എന്താ ഇവിടുത്തെ ചികിത്സ രീതികൾ അറിയാം. ഇവിടെ വാതിലടച്ചുള്ള ചികിത്സകളൊന്നുമില്ല. ഇവിടെ 1000കണക്കിന് ആളെ വരും. ഒന്ന് കാണാനും മാത്രമേ പറ്റുള്ളൂ. ദ്വാ ചെയ്യാന്ന് പറയും, മറ്റുള്ള കാര്യങ്ങൾ എന്തൊരു പറഞ്ഞോളൂ. അപ്പൊ ഞാനിപ്പോ ഈ താത്താന്റെ വീഡിയോ കണ്ടപ്പോ താത്ത കൂടെ നോട്ടീസ് കയ്യിലുണ്ട്, യുനാനി ചികിത്സ. അതിനൊക്കെ ഞാൻ മുമ്പ് മറുനാടിൽ ഞാൻ കൊടുത്തതാണ്. ആ നോട്ടീസോട്ട് എനിക്കൊരു ബന്ധമില്ല, കാരണം ഞാൻ യുനാനി പഠിച്ചിട്ടില്ല. അതില് ഈ താത്തക്ക് എവിടെ നോട്ടീസിട്ട് താത്ത പറയട്ടെ, താത്ത തെളിയിക്കട്ടെ. ഈ താത്ത യുനാനി ചികിത്സന്റെ ഇത് കണ്ടിട്ട് ഇവിടെ ആള് വരികയാണെങ്കിൽ ഇവിടെ നോട്ടീസിന്റെ പബ്ലിസിറ്റി ഒന്നും വേണ്ട, നോട്ടീസ് അടിച്ചിട്ട് ചികിത്സിക്കേണ്ട പബ്ലിസിറ്റി ഒന്നും വേണ്ട. ഒന്ന്, പിന്നെ താത്ത പറഞ്ഞു ഞാൻ താത്താക്ക് പേഴ്സണൽ നമ്പർ കൊടുത്തു. ഞാന് നിയമപരമായി മുന്നോട്ട് പോകാൻ ഞാൻ ഏത് തെളിവായിട്ട് തെളിവ് വേണതിന് ഞാൻ തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യും. പിന്നെ ഞാൻ കോടതിയിൽ പോകും. മനസ്സിലായില്ലേ? തെളിവ് നിർബന്ധം. ഞാൻ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്തതിന്റെ പേഴ്സണൽ നമ്പർ ഏതാ? നിങ്ങൾ ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുണ്ട്, തെളിവിന്റെ അടുത്തുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ കൂടെ ജോലി ചെയ്യുന്ന ശിഹാബ് തങ്ങളെ അവർ നാട്ടി ഓടിക്കണം, അവിടുത്തെ പോലത്തെ ആളുകളെ നിങ്ങൾക്ക് പറ്റൂല. അവനെ പോലെ
ഞാൻ പറഞ്ഞ എന്താ പ്രശ്നം ചോദിച്ചു. താത്ത ഒരുപാട് സമയം സംസാരിച്ചു. എൻ്റെ ഫോൺ ചെക്ക് ചെയ്താൽ ഈ താത്ത വിളിച്ച ഈ ഫോൺ നമ്പർ ചെക്ക് ചെയ്താൽ എല്ലാം മനസ്സിലാവും അല്ലേ. ഞാൻ നിങ്ങളോട് ചാറ്റ് ചെയ്തിരുന്നില്ലേ? മനുഷ്യന് ഒരു മിനിറ്റ് സെക്കൻഡ് റെസ്റ്റ് കിട്ടിയ അൽഹംദുലില്ലാഹ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ചാറ്റ് ചെയ്തിരിക്കുന്നില്ലേ? തെളിവിറക്കണം, ഇറക്കിയേ പറ്റൂ. തിങ്കളാഴ്ചന് മുന്നേ ഇറക്കണം, അല്ലെങ്കിൽ കോടതി പോകേണ്ടി. പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ നുണയാണ്. നിങ്ങൾ എത്ര ക്യാഷാണ് യൂട്യൂബർമാരൊക്കെ വാങ്ങി? നിങ്ങൾ എന്നോടൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ എൻ്റെ ജോലിക്കാർ ഉപയോഗിക്കുന്ന ഫോണിൽ ഞാൻ അപ്പോഴും കൂടെ പറഞ്ഞു, താത്ത എനിക്ക് സ്വന്തമായിട്ട് നമ്പറില്ല, എനിക്ക് നമ്പറൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? എപ്പോഴാണ് നമ്മൾ ചാറ്റ് ചെയ്ത്. പിന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ വളരെ പ്രയാസത്തിലാണ്, ദാരിദ്ര്യത്തിലാണ്, എൻ്റെ വീട്ടിൽ വെക്കാൻ അറിയില്ല. അങ്ങനെ പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ എന്തെങ്കിലും അയച്ചു തരാം അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? എൻ്റെ പണിക്കാർ നിങ്ങളെല്ലാ റെക്കോർഡുകളും എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ എൻ്റെ ജോലിക്കാരുടെ ഫോണിലേക്ക് വിളിച്ച എല്ലാ റെക്കോർഡ് നമ്മുടെ അടുത്തുണ്ട്. പിന്നെ നിങ്ങൾ നാട്ടുകളിൽ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തു പറഞ്ഞു. നാട്ടുകളിൽ പോലീസിൽ കേസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ SP ഓഫീസ് കൊടുത്തു പറഞ്ഞു. നിങ്ങൾ തെളിവ് ഹാജരാക്കണം. എന്നെ വിളിച്ചു പോലീസുകാർ. പരാതി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പരാതി വന്നിട്ടുണ്ടെങ്കിൽ താത്തങ്ങൾ പിന്നെ സാറേ തെളിവുണ്ട്, എനിക്കതിൽ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ തെറ്റ് ചെയ്ത് ശിക്ഷിക്കപ്പെടണം. ഈ സമൂഹത്തിൽ നമ്മൾ മറ്റുള്ളവർക്ക് മാത്രമേ കാണിച്ചു കൊടുക്കേണ്ട ആളാ. എന്ത് ചെയ്യണം? ഞാൻ ശിക്ഷിക്കണേ. സാർ തെളിവ് ഹാജരാക്കട്ടെ, കോടതി പോട്ടെ. പക്ഷേ ഞാൻ നിങ്ങൾക്കത് കോടതിക്ക് പോകണം. തിങ്കളാഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞ ചാറ്റുകളൊക്കെ ഞാൻ നിങ്ങൾ ഏത് നമ്പറിലാണ് ചാറ്റ് ചെയ്തത്, എന്താ ഞങ്ങളോട് മോശമായി പറഞ്ഞത്, എല്ലാം പുറത്തിറങ്ങണം. നിങ്ങൾ കൊടക്കാട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാട് ഒക്കെ 10 CCTV നിങ്ങൾ പറഞ്ഞല്ലോ അല്ലേ? പിന്നെ എന്താണ് നിങ്ങൾ വേറൊരാൾ മന്ത്രിക്കുമ്പോൾ നിങ്ങൾ കടങ്ങനെ നോക്കിയിട്ട് വേറെ പെണ്ണിന്റെ ഇതിൽ പിന്നെ ഇതാക്കണ്ടല്ലേ തോണ്ടല്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ? ക്യാമറ ഇതാ ഇഷ്ടംപോലെ പുസ്തകങ്ങളാണ്. എനിക്കറിയാം എന്നെ പൂട്ടാൻ പലരും നടക്കുന്നത്. ഇവിടെ ആര് വന്നാലും എല്ലാവരുടെ ഫോൺ നമ്പറും പേരും വിടാതെ രജിസ്റ്റർ ചെയ്യും. പിന്നെ നിങ്ങൾ പറഞ്ഞു 6666 റുപ്യല്ലേ അത് തന്നോ? ഇന്നെ കാണാൻ 1000 റുപ്യാണ് ഫീസ്. ഇവിടെ വരുന്ന ആളേക്ക് കായ് ശരിക്കും വാങ്ങിയില്ല. തെളിയിക്കണം നിങ്ങൾ. സത്യം പറഞ്ഞ ഇയാൾ ഈ ചെരിക്കുന്ന ഈ ലൈവ് വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇയാൾ ഒരു ഒന്നാം തരം ഫ്രോഡാണെന്നുള്ളത്. കാരണം ഇവര് നാട്ടിൽ എവിടെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ആള് പിന്നെ പറയുന്നത് അങ്ങോട്ട് തന്നെ പോലീസുകാരൻ വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ശുദ്ധ ഉടായിപ്പാണ് ഇയാള്. കാരണം ഇയാൾ കൂടുതൽ നാറാൻ പോവുകയാണ്. കാരണം ഇയാൾ ഈ പരിപാടി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇയാൾ നാറി പണ്ടാരടങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സത്യത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് പല ആൾക്കാരും എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചില കമന്റ് ഇടുന്നുണ്ട്. അത് ഈ നാറ്റക്കോയ തങ്ങളുടെ ശിങ്കിടികളാണ്. കാരണം ഇവർക്കും കിട്ടുന്നുണ്ടല്ലോ മറ്റേ സാധനം. എന്താണെങ്കിലും ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്ത് സമുദായത്തിന്റെ പേരിൽ അതിൽ നിന്ന് പണം ഉണ്ടാക്കി സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോകുന്ന ഇതുപോലുള്ള മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ തങ്ങന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഫ്രോഡുകളെയൊക്കെ ഈ സമുദായമാണ് നിലക്ക് നിർത്തേണ്ടത്. അപ്പോൾ ഈ മറുനാടൻ മറുതയെ പോലുള്ള ആൾക്കാർക്ക് സംസാരിക്കാനും അതിലൂടെ ഈ സമൂഹത്തിൽ വേറെ രീതിയിലുള്ള തെറ്റായിട്ടുള്ള സന്ദേശങ്ങളാണ് ആ ചെറ്റ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവൻ ഒരാൾ ചെയ്യുന്നതല്ല ഇയാൾ പറയാൻ പോകുന്നത്. മൊത്തത്തിൽ ഈ സമുദായം ഇങ്ങനെയാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഫ്രോഡുകൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെയൊക്കെ നിലക്ക് നിർത്തേണ്ടത് സമുദായ പണ്ഡിതന്മാരാണ്, സമുദായത്തിലുള്ള ആൾക്കാരാണ്. ഇതിന് അവർ മുൻകൈ എടുത്ത് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നാറി പണ്ടാരം അടങ്ങും, അതിലൊരു സംശയം വേണ്ട. എന്നാൽ ഏത് താത്താണെങ്കിലും തിങ്കളാഴ്ചയ്ക്ക് മുമ്പേ നമ്മുടെ ഫ്രോഡ് തങ്ങളുടെ മുമ്പിൽ ചാറ്റ് ചെയ്ത സാധനം കൊണ്ടെത്തിയില്ലെങ്കിൽ താത്ത നിങ്ങൾ അഴിയെണ്ണം. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചോളുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് തങ്ങൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നാറ്റക്കോയ പറഞ്ഞതുപോലെ ആ സാധനമായിട്ട് അവിടെ എത്തുക കേട്ടാ. എത്തിയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകര്, ഈ വീഡിയോ കണ്ടിട്ട് ഇനി എന്നെ തെറി വിളിക്കാൻ തോന്നുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയും പോയി പണി നോക്കാൻ. അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും